ഏവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ഇതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ വെളിയിലുള്ള ഗോശാല കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. AD 1730 ശേഷം വേണാടും ഓടനാടുമായി നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടിയൂരിൽ വെച്ച് നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ഓടനാട് രാജാവ് ക്ഷേത്രത്തിലെത്തി ഗോശാല കൃഷ്ണൻ നടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ചാരന്മാരിലൂടെ ഇതറിഞ്ഞ രാമയ്യൻ തിളവനും പടയും കണ്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടനാട് രാജാവ് കണ്ടിയൂരപ്പനെ പ്രാർത്ഥിച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരവാതിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. അന്ന് അടച്ച ആ പടിഞ്ഞാറൻ ഗോപുരനട പിന്നീട് ഒരിക്കലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓടനാട് രാജാവ് രക്ഷപ്പെട്ട അമർഷവും നിരാശയും മൂലം രാമയ്യൻ തിളവനും കൂട്ടരും ഗോശാല കൃഷ്ണ ക്ഷേത്രവും അന്നപൂർണേശ്വരി ക്ഷേത്രവും കെടാവിളക്കുമെല്ലാം നശിപ്പിച്ചു. പിൽക്കാലത്ത് കായംകുളം രാജാവിൻ്റെ അധീനതയിൽ ക്ഷേത്രഭരണം വന്നപ്പോൾ 1930 ഇപ്പോൾ കാണുന്ന ഈ ഗോശാല ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു. ഉപദേവാലയമാണെങ്കിലും നാലമ്പലം, വലിയമ്പലം, ബലിക്കല്ല്, ഗർഭഗൃഹം തുടങ്ങിയ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയാണ് ഗോശാല കൃഷ്ണസ്വാമി ക്ഷേത്രമായി നിർമ്മിച്ചത്. ഓടനാട് രാജാവിൻ്റെ ഐശ്വര്യത്തിന് ഹേതുവാണ് ഈ ഗോശാല കൃഷ്ണസ്വാമി ക്ഷേത്രം. പടിഞ്ഞാറേ നട അടഞ്ഞ് ഇന്നും തുറക്കാതെ ചരിത്രപ്രസിദ്ധമായ ആ ഒരു നടയാണിത്. പടിഞ്ഞാറേ ഗോപുരനട ഒരിക്കലും ഇത് തുറന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ സത്യം. ബാക്കി 3 ഗോപുരനടയും തുറന്നിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം തുറന്നിട്ടില്ല.